ഹായ്, ഇന്നതാ ഒരു ഓൾഡ് മിക്സിയുടെ ജാറ്. അപ്പോൾ കേടായ ജാറാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ഐറ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ നമ്മുടെ ഓൾഡ് മിക്സിയുടെ ജാറ് നമ്മൾ എടുത്തിട്ടുണ്ട്. സ്റ്റീൽ ജാറാണ്. അതിപ്പോൾ ഏത് തരത്തിലുള്ള ജാറായാലും നമുക്ക് ഉപയോഗിക്കാം. പിന്നീട് നമ്മൾ എടുത്തത് പുട്ടിയാണ്. അപ്പോൾ 1 കിലോ പുട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വാൾപുട്ടി നമ്മൾ കുഴച്ചെടുത്തു. പിന്നീട് നമ്മളൊരു ടൈലിൻ്റെ പീസ് എടുത്തതിന് ശേഷം അതിന് മുകളിലൊരു പ്ലാസ്റ്റിക് കവർ വിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പുട്ടിയിൽ നിന്നൊരു 1/4 ഭാഗം നമ്മൾ എടുത്ത് ഉരുട്ടിയതിന് ശേഷം ഈ ടൈലിൻ്റെ മുകളിലേക്ക്, ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉരുട്ടി വെക്കുന്നുണ്ട്. ഇനി ഈ പുട്ടി ഉരുട്ടി വെച്ചതിൻ്റെ മുകൾ ഭാഗത്ത് നടുഭാഗത്തായിട്ട് നമ്മുടെ ജാറ് നമ്മൾ ഇതേപോലെ വെച്ച് അമർത്തിയെടുക്കുന്നുണ്ട്. അതായത് ആ അടിഭാഗത്ത് വരുന്ന ആ ജാറിൻ്റെ ഫിറ്റിംഗ് ഭാഗം, അതായത് ആ പ്ലാസ്റ്റിക് ഭാഗം മുഴുവനായിട്ടും ആളുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ അമർത്തിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ജാറ് എടുത്ത് മാറ്റാം. ഇനി ഈ നടുഭാഗത്തുള്ള വാൾപുട്ടി നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട്. കട്ട് ചെയ്ത് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് നടുഭാഗത്തുള്ള പുട്ടി നമ്മൾ എടുത്ത് മാറ്റി. ഇനി ജാർ എടുത്തതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത്, ആ പ്ലാസ്റ്റിക് ഭാഗത്ത് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഗമ്മ് നന്നായിട്ട് തേച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പുട്ടിയുടെ നടുഭാഗത്തേക്ക് ഈ ജാറ് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് അവിടെ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ജാറ് നമ്മുടെ പുട്ടിയുടെ നടുഭാഗത്ത് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കുറച്ച് പുട്ടി എടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ലീഫ് ഇതേപോലെ ഒരു ലീഫ് എടുത്തതിന് ശേഷം അത് അതിന് മുകളിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒരു ലീഫ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നു. ലീഫ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ജാറിന് മുകളിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. താഴെ പുട്ടി വരുന്ന ഭാഗത്ത് നിന്നും മുകൾ ഭാഗത്തേക്കായിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഈ ജാറിന് ചുറ്റും നമുക്ക് ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ലീഫുകൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ജാറിൻ്റെ ചുറ്റും നമ്മൾ ലീഫുകൾ ഒട്ടിച്ചെടുത്തു. ഇനി കുറച്ച് പുട്ടി എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. ആ ചുരുട്ടിയെടുത്തതിന് ശേഷം അടിഭാഗത്ത്, അതായത് ലീഫ് ഒട്ടിച്ച് തുടങ്ങുന്ന ഭാഗത്ത് ആ ഭാഗത്ത് നമുക്കതൊന്ന് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മുടെ അടിഭാഗത്ത്, പുട്ടിയുടെ മുകൾ ഭാഗത്ത്, അതായത് നമ്മുടെ ജാറിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഇരുപ്പിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ നമുക്ക് ഫ്ലവറുകൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ അതിന് ചുറ്റും നമ്മൾ ഫ്ലവറുകൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്, ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവറുകളും ലീഫുകളൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഈ ലീഫുകളുടെ സൈഡ് ഭാഗത്തൂടെ ഫെവിക്കോൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടർന്നു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം അതെല്ലാം നമ്മൾ ഗമ്മൊക്കെ അപ്ലൈ ചെയ്തൊക്കെ റെഡിയാക്കി. ഇനി 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞു നമ്മളിത് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം.
അപ്പോൾ അത് ഓൾഡ് മിക്സിയുടെ ജാർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത നമ്മൾ അടിപൊളിയാക്കിയെടുത്ത നമ്മുടെ ഇൻഡോർ പോട്ട്. ഇനി നമുക്കിതിൽ ചെടികളോ അല്ലെങ്കിൽ ഫ്ലവറുകളോ ഒക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ വളരെ ചെറിയ ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.